വിഷൻ ന്യൂസ് തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. IPS തലപ്പത്ത് വൻ അഴിച്ചുപണി. യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റി റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിച്ചു. നിതിൻ അഗർവാൾ പുതിയ ഫയർഫോഴ്സ് മേധാവിയായി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉൾപ്പെട്ട SP VG വിനോദ് കുമാറിനെയും മാറ്റി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, IPS തലപ്പത്ത് നിന്നാണ് യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സിൽ നിന്ന് മാറ്റി റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിച്ചിട്ടുണ്ട്. നിതിൻ അഗർവാളാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉൾപ്പെട്ട SP VG വിനോദ് കുമാറിനെയും മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? SP VG വിനോദ് കുമാറിന് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ AIG സ്ഥാനത്ത് നിന്നും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതുകൂടാതെ യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റി റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുണ്ട്. നിതിൻ അഗർവാളാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ SP സ്ഥാനത്ത് നിന്ന് സുജിത്ദാസിനെയാണ് മാറ്റിയിരിക്കുന്നത്. നകുൽ ദേശ്മുഖിനെ തൃശൂർ കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇളങ്കോ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഒഴിവിലേക്കാണ് നകുൽ ദേശ്മുഖിനെ തൃശൂർ കമ്മീഷണറായിട്ട് നിയമിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ക്രമസമാധാന ADGPയുടെ ഓഫീസിലെ AIG കസേരയിൽ നിന്നാണ് VG കുമാറിനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അരുണിമ പറഞ്ഞതുപോലെ വനിതാ SIമാരോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉൾപ്പെട്ട SP ആയിരുന്നു VG വിനോദ് കുമാർ. പത്തനംതിട്ട ജില്ലയിലെ 2 വനിതാ SIമാരാണ് SPക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. SP VG വിനോദ് കുമാർ തങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ചു രാത്രിയിൽ എന്നുള്ളതായിരുന്നു പരാതി. അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇക്കാര്യം ഒരു DYSPയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ DIG അജിത ബീഗത്തിന് നേതൃത്വത്തിൽ നടത്തി വരികയും ഒക്കെ ചെയ്യുകയായിരുന്നു. എന്തായാലും വലിയ മാറ്റമാണ് IPS തലത്ത് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റിയതും നിതിൻ അഗർവാൾ പുതിയ ഫയർഫോഴ്സ് മേധാവി ആയതും തന്നെയാണ്. അത് കൂടാതെയാണ് SP VG വിനോദ് കുമാറിന്റെ അടക്കം മാറ്റം ഉണ്ടായിരിക്കുന്നത്. സൂര്യ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉൾപ്പെട്ട SP VG വിനോദ് കുമാറിനെതിരെ മറ്റെന്തെങ്കിലും നടപടി അധികൃതർ കൈക്കൊണ്ടിട്ടുണ്ടോ? നിലവിൽ അത് സംബന്ധിച്ചുള്ള അന്വേഷണം മെറിൻ ജോസഫ് നടത്തുകയാണ്. SP പോലീസ് ആസ്ഥാനത്തെ SP DGP നിർദ്ദേശത്തെ തുടർന്നാണ് SP മെറിൻ ജോസഫ് വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. പോഷ് ആക്ട് പ്രകാരം നടപടി വേണമെന്നാണ് DIG ശുപാർശ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ചാണ് ഉള്ള അന്വേഷണമാണ് നടത്തുന്നത്. അത് SPയുടെ അടക്കം മൊഴികൾ ഈ വിഷയം സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ വനിതാ SIമാർ നേരിട്ട് അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും താൻ അത്തരത്തിൽ സന്ദേശങ്ങളൊന്നും അയച്ചില്ല. ജോലിയുടെ ഭാഗമായിട്ട് ഉള്ള സന്ദേശങ്ങൾ മാത്രമാണ് വനിതാ പോലീസുകാർക്ക് അയച്ചത് എന്നുള്ളതാണ് വിനോദ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ തുടർ അന്വേഷണം ഈ ഘട്ടത്തിലും നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ നിന്ന് AIG സ്ഥാനത്ത് നിന്നും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. ശരി, IPS തലപ്പത്ത് വൻ അഴിച്ചുപണി നടക്കുകയാണ്. യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ നിന്നും മാറ്റി റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിച്ചിട്ടുണ്ട്. നിതിൻ അഗർവാളാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉൾപ്പെട്ട SP VG വിനോദ് കുമാറിനെയും മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച 7ാമത്തെ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ സക്സസ് ട്രെയിലർ പുറത്ത്. തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ് ലോക. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും